അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഭരണാധികാരികളുണ്ടല്ലോ, ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം ഇപ്പോൾ നിലവിലില്ല. ഇപ്പോഴുള്ള നിലവിലുള്ള ഭരണകൂടം നമ്മുടെ രാജ്യ ഭരണകൂടമാണ്. അപ്പോൾ നമ്മുടെ ഭരണാധികാരികളിൽ നിന്നും നമുക്ക് പേടിയുണ്ടാകും എന്നുള്ള വ്യാഖ്യാനം തരുന്ന ഒരു സ്വപ്നമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഭരണാധികാരികൾ മന്ത്രിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയിൽ നിന്നോ ആരിൽ നിന്നും ആവാം. അപ്പോൾ ഒരാളങ്ങനെ സ്വപ്നത്തിൽ ഭൂമി കുലുങ്ങുന്നതായിട്ട് അങ്ങനെ കാണാണ്. അയാളുടെ സ്വപ്നത്തിൽ ഭൂമി കുലുക്കം അങ്ങനെ കാണാണ്. അങ്ങനെ ഭൂമി കുലുക്കം ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നാം കരുതുക എന്താ? ഭൂമി കുലുങ്ങും, ഭൂമി കുലുക്കം സംഭവിക്കും, ആകെ എല്ലാം തകർന്നടിയും എന്നൊക്കെയാണ് നമ്മൾ കരുതുക. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. മഹാനായ ഷേഖ് ഇമാം നാവൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 229 പേജിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഉറക്കിൽ ഒരാൾ ഭൂമി കുലുങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പേടിയുണ്ടാകും എന്നാണ്. അതായത് ഭരണാധികാരികളുടെ അരികിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ, നിയമ നടപടികൾ വരും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതെന്തുമാവാം. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചോളണമെന്നില്ല. മനസ്സിലായല്ലോ. മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട്, പ്രത്യേകമായിട്ടൊരു സ്ഥലമാണ് കുലുങ്ങുന്നതായിട്ട് കണ്ടത്. ഭൂമി കുലുങ്ങുന്നതായിട്ട് തന്നെ കണ്ടത്. പക്ഷെ ചില സ്ഥലം, ഒരു നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലം കുലുങ്ങുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് കണ്ടതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മാറും എന്നാണ്. ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യത്തിനും ചേഞ്ച്, അതാണ് എന്താകുന്നത് ഉദ്ദേശിക്കുന്നത്. ചില സ്ഥലത്ത് മാത്രമാണ് എന്താകുന്നത്, പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഭൂമി കുലുക്കം കണ്ടതെങ്കിൽ മാറ്റമാണ്, ചേഞ്ചാണ് എന്താകുന്നത് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.